എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥയും ദയനീയമാണ്. ചെറിയ ഒരു മഴ പെയ്താൽ മതി, ബസ് സ്റ്റാൻഡ് വെള്ളത്തിലാകും. അനുഭവമുള്ളവരുണ്ടാകുമല്ലോ അല്ലേ? പിന്നെ മലിനജലത്തിൽ നിൽക്കേണ്ടിയും വരും. പഴകിയ ഇരിപ്പിടങ്ങൾ ഉപയോഗശൂന്യമായി അവിടെ കിടപ്പുണ്ട്. വൃത്തിയുള്ള ശുചിമുറികളുണ്ടോ? അതുകൂടി നമുക്കൊന്ന് നോക്കണം. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് അലി അക്ബർ ഷായാണ് നമുക്കൊപ്പം ചേരുന്നത്. ഗുഡ് മോർണിംഗ് അലി അക്ബർ ഷാ. കൊല്ലത്ത് നിന്നാണ് KSRTC സ്റ്റാൻഡിലേക്ക് കൊച്ചിയിലേക്ക് നമ്മൾ വന്ന് വണ്ടി നിർത്തുന്നത്. കൊല്ലത്ത് മേൽക്കൂരയൊക്കെ ഇളകി കിടക്കുകയാണ്. കൊച്ചിയിൽ എന്താണ് അവസ്ഥ? ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിലാണ്. പല തവണ നമ്മൾ ഇവിടെ നിന്ന് വിഷയം ഉയർത്തിക്കൊണ്ടുവന്നതാണ്. ഇത് സുജയ പറഞ്ഞതുപോലെ ഒരു മഴ പെയ്താൽ മതി, ഈ KSRTC ബസ് സ്റ്റാൻഡ് വെള്ളത്തിലാണ്. ഇവിടെ ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം എന്തായാലും കുറച്ചായിട്ട് ഇവിടെ മഴയൊന്നുമില്ല. പക്ഷേ ഇവിടെ കാണാം ദൃശ്യങ്ങളിൽ, ഇപ്പോൾ കാണുന്നത് സ്റ്റേഷൻ മാസ്റ്ററുടെ മുറിക്ക് മുമ്പിലുള്ള ദൃശ്യമാണ്. ഇവിടെ നോക്കുക, ഈ വലിയ വെള്ളക്കെട്ട്, ഈ മലിനജലത്തിന്റെ കെട്ട്, അതിൽ നിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, അതിൽ നിറയെ കൊതുകുകൾ, മറ്റ് ജീവികൾ. ഇത്തരത്തിൽ വളരെ മോശപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഈ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് ഈ മഴയില്ലാത്ത കാലത്തുമുള്ളത്. സാധാരണഗതിയിൽ മഴ പെയ്യുമ്പോഴാണ് നമ്മളിവിടെ സാധാരണഗതിയിൽ വാർത്തകൾക്ക് ലൈവിനും എല്ലാമേ എത്തുന്നെങ്കിൽ ഒരു മഴയും ഇല്ലാത്തൊരു സമയത്തെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇത്രയും മലിനമായ ഈ സാഹചര്യത്തിൽ ഇരുന്ന് വേണം ഇവിടുത്തെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ജോലി ചെയ്യാൻ, ഇവിടെ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാർ വന്ന് ബസ് കാത്തു നിൽക്കാൻ. ഇത്രയും ശോചനീയാവസ്ഥയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഈ കാലത്തിനിടയ്ക്ക് ഈ ഇവിടുത്തെ അധികൃതർക്ക് കോർപ്പറേഷൻ സാധിച്ചിട്ടില്ല എന്നത് അതീവ ഗുരുതരമായ വീഴ്ചയാണ്. നിരവധിയായ യാത്രക്കാർ, നമുക്കറിയുന്നത് പോലെ കേരളത്തിൻ്റെ മെട്രോ നഗരത്തിലെ ദൃശ്യമാണിത്. ചേട്ടാ, ഇതൊക്കെ എത്ര കാലമായി ഇങ്ങനെ കിടക്കുന്നത്? ഞാൻ വേറെ ഡിപ്പോയിലായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം വന്നതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങൾ എന്തെങ്കിലും പരാതിപ്പെടാറോ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും സുജയ, വളരെ ദയനീയാവസ്ഥയാണ്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരാതിപ്പെടാനും ഈ കാര്യങ്ങൾ തുറന്നു പറയാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും. മറ്റൊരു ഗംഭീര ദൃശ്യം കൂടി കാണിച്ചു തരണം. എനിക്കറിയില്ല കേരളത്തിൽ മറ്റേതെങ്കിലും സിറ്റിയിൽ ഇത്തരത്തിലൊരു സൗകര്യമുണ്ടോ എന്ന്. KSRTC ബസ് സ്റ്റാൻഡിനകത്ത് ഇത്തരത്തിലൊരു മത്സ്യസമ്പത്ത് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ വെള്ളത്തിൽ, ഇത്രയും മലിനമായ വെള്ളത്തിൽ ഈ മത്സ്യം എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല, പക്ഷേ ദൃശ്യങ്ങളിൽ കാണാമെന്ന് കരുതുന്നു. നിറയെ കുഞ്ഞു മത്സ്യങ്ങളുണ്ട്. ഈ മത്സ്യങ്ങളൊക്കെ ഈ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ വെള്ളക്കെട്ടിലാണ് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ദൃശ്യങ്ങളിൽ കാണാം, ഇത്രയും മലിനമായി ഈ വെള്ളക്കെട്ടിന് മുകളിലാണ് ഈ സ്ഥലത്തെ കടകൾ നിൽക്കുന്നത്. ഈ ഷോപ്പുകളിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്, വെള്ളം വാങ്ങി കുടിക്കുന്നത്. ഇതെല്ലാം ഈ കടകൾ നിൽക്കുന്ന സ്ഥലം ഒന്ന് പരിശോധിക്കുക. ഇത് കണ്ടാൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു ദയനീയാവസ്ഥ എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാകും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാലും ഇത് തന്നെയാണ് കാഴ്ച. ഈ ഭാഗത്താണ് ഇപ്പോൾ ജനങ്ങൾ കുടിക്കാൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ പൈപ്പാണ് ഈ കാണുന്നത്. ഇപ്പോൾ അല്പസമയം ഒരാൾ വന്ന് വെള്ളം കുടിച്ചു പോയതേ ഉള്ളൂ. നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സാഹചര്യത്തിൽ എങ്ങനെ വെള്ളം കുടിക്കുമെന്ന്. അത്രയും ദയനീയാവസ്ഥയിലാണ് ഈ സ്ഥലമുള്ളത്. ചേട്ടാ, ഇതെന്താണ് ഈ സാഹചര്യം? നിങ്ങൾ എന്തെങ്കിലും പരാതിപ്പെടാറുണ്ടോ? ഇല്ല, ആർക്കും സംസാരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. ആളുകൾക്ക് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ സ്ഥിതി എത്തിയിരിക്കുന്നു. ഈ ഭാഗങ്ങളിലാണ് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ദൂരദേശങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ബസ് കയറാൻ വേണ്ടി വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഈ ഭാഗത്ത് വാഹനം വെച്ച് പോയാൽ പിന്നെ അതിൽ കയറി ഇരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗം, ഈ സ്ലാബ്, നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് ഇവിടെ വന്നപ്പോഴാണ് ഈ ഭാഗത്ത് മുഴുവൻ സെപ്റ്റിക് ടാങ്ക് മാലിന്യം പോലുള്ള വെള്ളമാണ് കെട്ടിക്കിടക്കുക. ആ വെള്ളം കെട്ടിക്കിടന്നാൽ ഈ സ്ലാബ് ദൃശ്യമാകില്ല. സാധാരണഗതിയിൽ ഒരാൾ വരുമ്പോൾ ഇവിടെ തട്ടിത്തടഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ കഴിഞ്ഞ മഴക്കാലത്ത് നമ്മൾ ഇവിടെ വന്നപ്പോഴാണ്, നമ്മളുടെ ലൈവ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്ത്രീ ഇവിടെ നിന്നും ഈ വെള്ളത്തിലൂടെ നടന്നു വന്ന് ഈ സ്ലാബിൽ തട്ടി വീഴാൻ തുടങ്ങിയത്. അന്ന് നമ്മൾ ഈ കാര്യം വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നതാണ്. പക്ഷേ എന്തെങ്കിലും ഒരു നടപടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും കൈക്കൊള്ളാൻ ഇവിടെ കോർപ്പറേഷൻ സാധിച്ചിട്ടില്ല, അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. ഈ കാണുന്ന കെട്ടിടം, ഈ KSRTC ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിനകത്തേക്ക് കയറിയാലും ഇത് തന്നെയാണ് സാഹചര്യം. ഇതിനകത്തുൾപ്പെടെ ഇത്തരത്തിൽ മലിനജലം കെട്ടിക്കിടക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത്, മഴയില്ലാത്തപ്പോൾ പോലും ഇത്തരത്തിൽ വെള്ളം കെട്ടാനുള്ള കാരണം ഇവിടെ വേലിയേറ്റവും വേലിയിറക്കവും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ ബസ് സ്റ്റാൻഡിൻ്റെ രണ്ട് വശങ്ങളിലും കായലാണ്. സ്വാഭാവികമായും അത്തരത്തിൽ വേലിയിറക്കവും വേലിയേറ്റവും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ വെള്ളം കയറും. നോക്കൂ, എത്രയോ ദിവസങ്ങളായി ഇവിടെ മഴ പെയ്തിട്ട്. പക്ഷേ KSRTC ബസ് സ്റ്റാൻഡിനകത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. ഇത്തരത്തിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗം, ഇവിടെയാണ് രാത്രികാലങ്ങളിൽ യാത്രക്കാർ ബസ് കാത്തിരിക്കുന്നത്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയുള്ളൊരു കാഴ്ചയാണിത്. ഈ വെള്ളം കെട്ടുന്നത് എന്താണ് ചേട്ടാ? മഴയില്ലാത്തപ്പോൾ ഇങ്ങനെ വെള്ളം വരുന്നത് എന്താണ് ഇവിടെ? അറിയത്തില്ല. ഞാൻ ഇടിപ്പുയുടെ അല്ല, ഞാൻ കട്ടപ്പനയിൽ നിന്ന് വരും. എന്തായാലും സുജയ, ഒരു കാര്യത്തിൽ ഒരു സാമ്യമുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാ ജീവനക്കാരും പറയുന്നത് അവർ ഇവിടെ ഉള്ളവരല്ല എന്നാണ്. ഇവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് സംസാരിക്കാനുള്ള പേടി കൊണ്ടാണോ എന്താണെന്ന് വ്യക്തമല്ല. രീതി ഉണ്ടല്ലോ അലി, അതാണോ അവിടെ വേലിയേറ്റം എന്ന് പറയൂല? അതാ. എന്തെങ്കിലും ഒരു നടപടി ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത കാലത്തെങ്ങാനും? അത് മോട്ടർ വെച്ചിട്ടുണ്ട്, വെള്ളം കയറി വരുന്ന അടിച്ചു കളയാൻ വേണ്ടി. എന്നിട്ടും ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ വെള്ളം കെട്ടുന്നുണ്ട്.
വെള്ളം അത് അവിടെ ഫ്രണ്ടിലെ മോട്ടർ വെച്ചിരിക്കുന്നത്, ഇവിടുന്ന് ഒഴുകി അവിടെ ചെല്ലുന്ന അടിച്ചു കളയും. മീനൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ വെള്ളക്കെട്ടില്. മീന് ഇപ്പോൾ കാണുന്നതാണല്ലോ ഏറ്റവും കയറി വരുന്നത്, അപ്പോൾ അങ്ങനെ വരുന്നതാണ്. സുജയ, ഇതാണ് ഈ വേലിയേറ്റവും വേലിയിറക്കവുമാണ് ഇത്തരത്തിൽ ബാധിക്കുന്നത്. ഇവർ പറഞ്ഞ ആ പമ്പ്, ഈ വെള്ളം കയറുമ്പോൾ അത് അടിച്ചു കളയാനുള്ള പമ്പ്, അതുകൂടി ഒന്ന് കാണിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അവസ്ഥ കൂടി നമ്മളൊന്ന് കാണേണ്ടതുണ്ട്. ഈ പമ്പ് സ്ഥിതി ചെയ്യുന്നത് യാത്രക്കാർ കാത്തിരിക്കുന്ന, ഈ ബസ് കാത്തിരിക്കുന്ന സ്ഥലത്താണ്. ഈ കാണുന്നതാണ് ആ പമ്പ് എന്ന് പറയുന്നത്. ഈ പമ്പ് വെച്ചിരിക്കുന്നതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ഈ വെള്ളം കെട്ടുണ്ടാകുമ്പോൾ ഈ വെള്ളം ഇവിടെ നിന്നും പമ്പ് ചെയ്ത് അടുത്തുള്ള സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. അതിനകത്ത ദൃശ്യം ഒന്ന് സൂം ചെയ്താൽ കാണാം. നിറയെ പ്ലാസ്റ്റിക് മാലിന്യം, ഈച്ചകൾ, കൊതുകുകൾ, ഇതൊക്കെ കെട്ടിക്കിടക്കുന്ന നിലയിലാണ് ഈ വെള്ളം പമ്പ് ചെയ്ത് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന സൗകര്യത്തിൻ്റെ പോലും സാഹചര്യമുള്ളത്. ചേട്ടാ, ഇതൊക്കെ ഈ കൊതുകും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, എന്താ അവസ്ഥ? ഞാൻ ഇവിടുത്തുകാരനല്ല അലി. ചേട്ടാ, ഈ വെള്ളക്കെട്ടും ഈ കൊതുകും പ്രശ്നങ്ങളും ഒക്കെ ഈ യാത്രക്കാരെ ബാധിക്കുന്നുണ്ടോ? കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. നിങ്ങൾ റെഗുലറായി എറണാകുളം ബസ് സ്റ്റാൻഡിൽ വരുന്ന ആളാണോ? എന്തെങ്കിലും ഒരു മാറ്റം ഈ വർഷത്തിന്, ഈ ഇത്രയും വർഷങ്ങൾക്കിടയിൽ കണ്ടിട്ടുണ്ടോ ഇവിടെ? ഞാൻ ഈ അടുത്തിടയ്ക്കാണ് ഇവിടെ ഇങ്ങനെ ഈ ബസ് സ്റ്റാൻഡിൽ വരുന്നത്. അപ്പോൾ കാര്യമായിട്ടൊരു ഇത് വളരെ മോശമായിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊതുക് ശല്യം രൂക്ഷമാണ്. അതെ, നല്ല സ്മെല്ലാണ്. സുജയ, സ്വാഭാവികമായും നമുക്കറിയുന്നത് പോലെ കേരളത്തിന്റെ മെട്രോ നഗരത്തിൽ നിന്നാണ് ഈ ദൃശ്യം. ഞാൻ ചില സന്ദേശങ്ങൾ കൂടി അലിയെ അറിയിക്കാം. നമ്മൾ ഈ KSRTC സ്റ്റാൻഡും അങ്ങനെയുള്ളതൊക്കെ കാണിക്കുമ്പോൾ മറുനാട്ടിൽ നിന്നതൊക്കെ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ. അതിൽ രാജേഷിന്റെ കമന്റാണ്, പെൻഷൻ ആയിക്കഴിഞ്ഞാൽ നാട്ടിൽ വന്ന് സ്ഥിരതാമസമാക്കണമെന്ന ആഗ്രഹം ഇതുപോലെയൊക്കെ കാണുമ്പോൾ വേണ്ട എന്ന് തോന്നുന്നു. ഇത് KSRTC സ്റ്റാൻഡിൽ മാത്രമല്ല, കേരളത്തിലെ ഏത് സ്ഥലത്ത് പോയാലും ഇതാണ് അവസ്ഥ എന്ന് പറയുന്നു. വോട്ട് ചെയ്യുമ്പോൾ ആലോചിക്കണമെന്ന് സത്താർ പറയുന്നു. പൊളിക്കാനുള്ള സ്റ്റാൻഡാണല്ലോ എന്ന് ആയിഷ പറയുന്നു. LDF വരും, നോക്കിയിരിക്കുമെന്ന് റോഷൻ പറയുന്നു. മുക്കം KSRTC ബസ് സ്റ്റാൻഡ് ഇതിലും കഷ്ടമാണോ, ഒന്ന് വരുമോ എന്ന് നിസാർ ചോദിക്കുന്നു. അതുപോലെ തന്നെ മലപ്പുറം KSRTCയുടെ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുന്നു. പല അസുഖങ്ങളും തിരിച്ചു വരുന്നത് ഇത് വെറുതെയല്ല എന്ന് നാൻസി പറയുന്നു. ഈ കുറ്റം പറയുന്ന ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടും, എന്നിട്ട് നിങ്ങൾ വോട്ട് ചെയ്യണം, എന്നിട്ട് അനുഭവിക്കണം എന്നൊക്കെ സിൻഡ്രല്ല പറയുന്നു. അങ്ങനെ മലപ്പുറം KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എപ്പോഴാണ് മാപ്രയെ വരിക എന്ന് നാസർ ചോദിക്കുന്നു. എല്ലായിടത്തേക്കും വരുന്നുണ്ട്, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അല്ലേ അലി? എല്ലായിടത്തേക്കും പോവില്ലേ നമ്മൾ? തീർച്ചയായും സുജയ, എല്ലായിടത്തേക്കും എത്തും. നേരത്തെ തന്നെ നമ്മൾ ഈ KSRTC ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് ലൈവാത്തോൺ ചെയ്തപ്പോൾ ഉയർന്നൊരു ചോദ്യവും ഉയർന്ന ആവശ്യങ്ങളും ഇത് തന്നെയാണ്. ഞങ്ങളുടെ ഭാഗത്തേക്കും വരണം, ഞങ്ങളുടെ നാട്ടിൽ ഇതിനേക്കാൾ കഷ്ടമാണ് അവസ്ഥ എന്നൊക്കെ പറഞ്ഞത്. എന്തായാലും ഈ ദയനീയാവസ്ഥകളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുക, ഉദ്യോഗസ്ഥരിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് നമ്മളുടെ ലക്ഷ്യം. കാണുക, ഇത്രയും ദയനീയമായി ഈ കാഴ്ച കണ്ടുകൊണ്ട് പിന്നെ എങ്ങനെയാണ് പ്രവാസികൾ നാട്ടിലേക്ക് വന്ന് സെറ്റിൽഡ് ആകാമെന്ന് ആഗ്രഹിക്കുക എന്നറിയില്ല. എന്തായാലും ഇതാണ് സാഹചര്യം. ഇതൊന്നും മാറ്റാനുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ദയനീയമായ കാര്യം. പല ആവർത്തി കളക്ടറും മേയറും എല്ലാം ഇവിടെ വന്ന് സന്ദർശിക്കുകയും തീരുമാനങ്ങൾ എടുക്കുമെന്ന് പറയുകയുമല്ലാതെ അത്തരത്തിലൊരു നടപടി ഉണ്ടായിട്ടില്ല. എന്തായാലും എറണാകുളം KSRTC ബസ് സ്റ്റാൻഡിന് ഉടനെ ഒരു ശാപമോക്ഷം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ ഉതകുന്ന വാക്കുകളും വാഗ്ദാനങ്ങളും ഒക്കെ എന്തായാലും അധികാരികളുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത് എത്ര കാലത്തിനുള്ളിൽ പ്രാവർത്തികമാകും എന്നറിയില്ല. മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും KSRTC MDക്കും കൃത്യമായി ശമ്പളം കിട്ടുന്നില്ലേ, അത് പോരെ എന്ന് ഖാദർ ചോദിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്. ഈ ശമ്പളം കിട്ടാൻ നികുതി അടയ്ക്കുന്ന നികുതിദായകന് അവന് അവകാശപ്പെട്ട അർഹതപ്പെട്ട സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ദയനീയമായ കാര്യമെന്ന് പറയുന്നത്. ഇതിലെന്തായാലും ഒരു അടിയന്തര നടപടി ഉണ്ടാകേണ്ടതുണ്ട്. കേരളത്തിൻ്റെ മെട്രോ നഗരം, നിരവധി വിദേശികൾ ദിനം പ്രതി വന്നു പോകുന്ന ഒരു നഗരത്തിലാണ് ഇത്രയും ദയനീയമായ ഈ കാഴ്ച. അവിടുത്തെ KSRTC ബസ് സ്റ്റാൻഡിലാണ് എന്ന് ഓർക്കണം. മൂന്നാറിലേക്കും ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ നിരവധിയുള്ള സ്ഥലമാണ്. തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ നേരത്തെ നമ്മളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് 10 വർഷമായി ഇവിടെ വരുന്ന ആളാണ്, പക്ഷേ ഇത്രയും ദയനീയമാണ് കാഴ്ച എന്ന് അദ്ദേഹത്തിന് നമ്മളോട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ബസ് വന്നതുകൊണ്ട് അദ്ദേഹം കയറിപ്പോയി. എന്തായാലും ഒരു മാറ്റവുമില്ല. നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെയാണ് ഇപ്പോഴും കൊച്ചി എറണാകുളം ബസ് സ്റ്റാൻഡ് കിടക്കുന്നത് എന്നുള്ളതാണ് അലി അക്ബർ ഷാ വ്യക്തമാക്കുന്നത്. നിസാർ പ്ലീസ് മുക്കം വാ എന്ന് പറയുന്നു. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ് കേരളത്തിലെ നമ്പർ 1 ആണെന്ന് ബൈജുമോൻ പറയുന്നു. ഇതൊക്കെ എവിടെ ശരിയാവാനാണ് എന്ന് അനൂപ് കുമാർ നിരാശയോടെ പറയുന്നു. SC/ST ഫണ്ട് ലാപ്സാക്കുന്നു തുടങ്ങി പല പരാതികൾ. നാട് നന്നാക്കാൻ രാഷ്ട്രീയക്കാർക്ക് സമയം എവിടെയെന്ന് നൌഷാദ് ചോദിക്കുന്നു. മുണ്ടക്കൈ സ്റ്റാൻഡിലും ഇതുതന്നെയാണ് അവസ്ഥ എന്ന് ഷൈജു പറയുന്നു. 21 കുഴി എണ്ണി പറയുകയാണ് ഷൈജു. സ്റ്റാൻഡിലെ ബാത്റൂമുകളിലും മുണ്ടക്കയം സ്റ്റാൻഡിന്റെ അകത്തുകൂടിയാണ് ഒഴുകി പോകുന്നത് എന്നും ഷൈജു പറയുന്നുണ്ട്. എന്ന് നന്നാവും നമ്മുടെ ഈ അവസ്ഥ എന്ന് ഉണ്ണികൃഷ്ണൻ ചോദിക്കുന്നുണ്ട്. മുക്കത്തേക്ക് വാ എന്നൊക്കെ ചോദിക്കുന്നു. യൂസഫ് പറയുന്നു മിനിസ്റ്റർ പരിഷ്കാരി എവിടെയെന്ന്. ചാനലുകാരെ കാണുമ്പോൾ ചിലർക്ക് നാവിറങ്ങുന്നുവെന്ന് ഹസൻ പറയുന്നു. ഇപ്പം ശരിയാക്കി തരാമെന്ന് പ്രദീപ് പറയുന്നു. ചിലരൊക്കെ പറയുന്നു നമ്മൾ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിയതാണെന്ന്. ഒരു കുത്തിത്തിരിപ്പുമില്ല. കാണുന്നത് പറയാതെ പിന്നെ പോകാൻ കഴിയുമോ? കാണുന്നത് ഇനിയും പറയും.